നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുകയുന്ന മാടായി കോളേജ് വിവാദം ചർച്ചയ്ക്കെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രമ്യമായി പരിഹരിക്കാൻ നീക്കമെന്ന് സൂചന. കോൺഗ്രസിൽ നിലവിലുള്ള പ്രശ്നങ്ങളും ചർച്ചയാകും. ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. അവകാശ ദിനത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ടുബാക്കോ വർക്കേഴ്സ്. നേതൃത്വം നൽകി CITU. ദേശീയ മിനിമം കൂലി നടപ്പിലാക്കണമെന്നും ആവശ്യം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പപ്പേട്ടൻ 95ന്റെ നിറവിൽ ആശംസകളുമായി ഗോവ ഗവർണർ T. പത്മനാഭന്റെ വീട്ടിലെത്തി. എല്ലാ മേഖലകളും സമഗ്രമായി പഠിച്ചാണ് പത്മനാഭൻ സംസാരിക്കുന്നതെന്ന് ഗവർണർ. വാർത്തകൾ വിശദമായി. മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാവും അച്ചടക്ക സമിതി ചെയർമാനുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിലെത്തി. ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തുമെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാകും, പക്ഷേ എല്ലാവരുടെ ഒപ്പീനിയൻ കേൾക്കും. അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടേതായ നിർദ്ദേശം പറയും. എല്ലാ ആളുകളോടും സംസാരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ ലീഡേഴ്സല്ലേ, അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചല്ലേ മതിയാകും. അതൊക്കെ സംസാരിച്ചിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 2:30 മണിക്ക് യോഗ ആയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇരിക്കും, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. കേട്ടതിന് ശേഷം രമ്യമായി മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് പോകാം. രമ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു പൊളിറ്റിക്കൽ മിഷനുണ്ട്. അത് ഡിവൈഡ് ചെയ്യല്ല, അത് ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അതിന് പറ്റുന്ന സഹായകരമായ ഒരു നിലപാട്, അതാണ് ഞങ്ങൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും ആ ലക്ഷ്യത്തിലോട്ടാണ് പോകും. ചൊവ്വ മഹാശിവക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് നടന്നു. ദേവിയുടെ ജന്മനാളായ തൃക്കാർത്തിക ദിനത്തിൽ നടന്ന പൂമൂടൽ ചടങ്ങിന് തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന പ്രധാന ചടങ്ങാണ് തൃക്കാർത്തിക. ഈ ദിനത്തിൽ ലക്ഷ്മി പ്രീതിക്കായി വീടും പരിസരവും വൃത്തിയാക്കി ദീപങ്ങളാൽ അലങ്കരിക്കുന്നതിലൂടെ രോഗദുരിതാദികൾ മാറി സർവ്വൈശ്വര്യങ്ങളും വരും എന്നാണ് വിശ്വാസം. മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നതെന്ന് ദേവീ പുരാണത്തിൽ പറയുന്നു. താമര, തുളസി, ചെത്തി, മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങളാൽ അലങ്കൃതയായ ത്രിപുരസുന്ദരി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം തൃക്കാർത്തിക വിജ്ഞാനത്തിന്റെയും ആഗ്രഹ സഫലീകരണത്തിന്റെയും പ്രതീകം കൂടിയാണ്. കേരളത്തിൽ ഈ ആഘോഷം വളരെ വിപുലമായി കൊണ്ടാടുന്നു. അതിൽ പ്രധാനമാണ് കോട്ടയം കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രം, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, ചക്കുളത്തുകാവ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ചൊവ്വ മഹാശിവക്ഷേത്രത്തിനകത്ത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ദേവിക്ക് പൂമൂടൽ ചടങ്ങ് നടക്കുന്നത്. ദേവസ്വം ആയി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റി പൂമൂടൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള അനുവാദം വാങ്ങുകയും നമ്മുടെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ നല്ല പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടുള്ള പൂമൂടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം നടക്കുന്നത് നമ്മുടെ ക്ഷേത്ര തന്ത്രീശ്വരനും ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തരണനെല്ലൂർ ശ്രീ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ പൂമൂടൽ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ക്ഷേത്ര മേൽശാന്തിയായിട്ടുള്ള ദിനേശൻ നമ്പൂതിരിയുടെയും മറ്റുള്ള എല്ലാ പൂജാവിധികളോടും കൂടി നടക്കുന്ന ഈ പൂമൂടൽ ചടങ്ങിന് അതിൻ്റെ സർവ്വ ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യും. ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പൂമൂടൽ ചടങ്ങിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ലഭ്യമാവും എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ ചടങ്ങ് എല്ലാവരും ദൃക്സാക്ഷിയാവുന്നതിന് വേണ്ടിയും സംബന്ധിക്കുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധത്തിലും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യാം. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പന്തംകൊളുത്തി പ്രകടനത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പന്തംകൊളുത്തി പ്രകടനം നടത്തി.
പ്രസ് ക്ലബ് റോഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV സലീം അധ്യക്ഷത വഹിച്ചു. ഷാഫി മുണ്ടേരി, മൂസ ഷിഫ, ജ്യോതി ദർശൻ, അസീസ് വടക്കുംപാട്, സമീർ, ഷാഹുൽ, KV, റാഷിദ് എന്നിവർ സംസാരിച്ചു. ഇതുപോലെ പന്തം പൊളിച്ച് പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രകടനങ്ങൾ ഇതേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായ ഒരു വലിയ സംഘടനയുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായി കൃത്യമായും ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുമാറ് നമ്മൾ ഈ പ്രകടനം നടത്തുകയാണ്. ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു ചെറിയ കാര്യം മാത്രമേ പറയാനുള്ളൂ. വ്യാപാരികളാണ് ഇത് നടത്തുന്നത്, ഇത് വ്യാപാരികളുടെ കാര്യമാണ് എന്ന് ദയവ് ചെയ്ത് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ സ്പന്ദനമാണ് വ്യാപാരി സമൂഹം. സംസ്കൃതം അക്കാദമിക് കൌൺസിൽ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപക ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം തന്നെ ഡീഗ്രേഡ് ചെയ്തു ഇങ്ങനെയൊക്കെ ആയാലേ അവിടെ അപ്പൊ ആ മേളക്ക് മൊത്തം ക്വാളിറ്റി നിങ്ങളുടെ സ്റ്റേറ്റ് സ്പോർട്സ് എത്ര നന്നായി നടത്തിയവർ അവസാന ദിവസം എന്താ സംഭവിച്ചത്? എത്രയാണ് അധ്വാനം. ADPI മുതൽ TD മുതൽ ഒരുപാട് അധ്യാപക സംഘടന ആൾക്കാരെല്ലാം എത്ര ദിവസം ഓടിയിട്ടാണ് അത് ഫൈനൽ ഡേ വരെ എത്തിച്ചേർന്നിട്ട് ഫൈനൽ ഡേ എന്താ പറഞ്ഞത്? ആ 2 സ്കൂളിലെ മേലധികാരികൾക്ക് പങ്കില്ല. അവര് കണ്ണീമണ്ടാണോ എനിക്കറിയില്ല. എന്താ ആകെ മൊത്തം അതിന്റെ പേരും പോയില്ലേ? എന്താ എത്ര നിങ്ങൾ ആലോചിക്കുക, എത്ര സങ്കടകരമായിതൊക്കെ, എത്ര സങ്കടകരമായതൊക്കെ. അങ്ങനെയുള്ള ഗ്രേഡ് നമുക്ക് വേണ്ടെന്ന് വെക്കുക. സ്കൂളുകൾ അനാവശ്യ കിടമത്സരം നടത്തിയിട്ടുള്ള ഗ്രേഡ് വേണ്ട നമുക്ക് സ്കൂളുകൾക്ക് വെച്ചാൽ പറ്റുന്ന. അങ്ങനെയുള്ള എന്തിനാ അപ്പീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ കോമ്പറ്റ് ചെയ്തൂടെ? അപ്പീലിന് വേണ്ടി അനാവശ്യമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പീലിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാം, മറ്റുള്ളതിന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാം. അതൊന്നും നല്ല പ്രവണതയല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റാത്തത്. എല്ലാ രംഗത്തും ഗുഡ് സെലക്ഷൻസ് വരണമെങ്കിൽ എന്തുണ്ടാവണം? അതിൽ ഇടപെടലോ കാര്യങ്ങളോ രക്ഷിതാക്കൾ പറഞ്ഞോ, ഡാൻസ് ചിത്രമുറ പറഞ്ഞോ, മറ്റുള്ളവർ പറഞ്ഞോ, ജഡ്ജസിന്റെ പറഞ്ഞോ, മറ്റുള്ളവർ പറഞ്ഞോ. സംസ്കൃത വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുവെന്നും സ്ത്രീകൾ സാമൂഹ്യ നിർമ്മിതിക്ക് മുന്നിട്ടിറങ്ങിയതോടെ കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ പ്രകടമാണെന്നും അധ്യാപകരുടെ ഇടപെടലിലൂടെ വിദ്യാർത്ഥികളിൽ സ്വഭാവ രൂപീകരണത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നും അനാവശ്യ ഇടപെടലുകളിലൂടെ കലോത്സവങ്ങളും കായികോത്സവങ്ങളും അനാവശ്യമായ മത്സരവേദികളായി മാറുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ പരാമർശിച്ചു. ഹരിപ്രസാദ് TV കടമ്പൂർ അധ്യാപകർക്കുള്ള ക്ലാസ് എടുത്തു. അക്കാദമിക് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ്, TE ഗിരിജ, ഐറിഷ് ആറാങ്കോട്ടം, NV പ്രജിത്ത്, CC സവിത, നിഷ PN, ഷംന C, നവനീത PV, K ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുകയുന്ന മാടായി കോളേജ് വിവാദം ചർച്ചയ്ക്കെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രമ്യമായി പരിഹരിക്കാൻ നീക്കമെന്ന് സൂചന. കോൺഗ്രസിൽ നിലവിലുള്ള പ്രശ്നങ്ങളും ചർച്ചയാകും. ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. അവകാശ ദിനത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ടുബാക്കോ വർക്കേഴ്സ്. നേതൃത്വം നൽകി CITU. ദേശീയ മിനിമം കൂലി നടപ്പിലാക്കണമെന്നും ആവശ്യം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പപ്പേട്ടൻ 95ന്റെ നിറവിൽ ആശംസകളുമായി ഗോവ ഗവർണർ T പത്മനാഭന്റെ വീട്ടിലെത്തി. എല്ലാ മേഖലകളും സമഗ്രമായി പഠിച്ചാണ് പത്മനാഭൻ സംസാരിക്കുന്നതെന്ന് ഗവർണർ. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ബീഡി തൊഴിലാളികളുടെ അഖിലേന്ത്യാ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഖിലേന്ത്യാ ബീഡി വർക്കേഴ്സ് ഫെഡറേഷൻ CITU പ്രസിഡന്റ് KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ മിനിമം കൂലി നടപ്പിലാക്കുക, BD സീഗർ നിയമവും ക്ഷേമനിധിയും പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. പടർന്ന് പന്തലിച്ചു നിന്ന BD വ്യവസായം തകർന്നത് ഗവൺമെന്റിന്റെ നയം കാരണമാണെന്ന് KP സഹദേവൻ പറഞ്ഞു. ബാക്കി തൊഴിലാളികൾ പ്രായം തകഞ്ഞു പിരിഞ്ഞവരുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ കുഴിഞ്ഞുപോക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളില്ലാതായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ നയം കാരണമാണ് BD വ്യവസായം തകർച്ചയെ നേരിട്ടത്. പുകവലിക്കെതിരായി ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി പുകവലി നമ്മുടെ സംസ്ഥാനത്ത് അത് പരിമിതപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ പരിമിതപ്പെട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഈ പുകവലി പരിമിതപ്പെട്ടു. അതിൻ്റെ ഭാഗമായി BD വ്യവസായവും സിഗരറ്റ് വ്യവസായവും ചുരുട്ട് വ്യവസായവും പുകവലിക്ക് നടത്തി വരുന്ന ഈ 3 വ്യവസായ മേഖലയാണല്ലോ, അത് പൂർണ്ണമായും തകർച്ചയെ നേരിട്ടു. വൈസ് പ്രസിഡന്റ് EV പവിത്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ടൂക്ക് മോഹനൻ, C കൃഷ്ണൻ, കോട്ടൂർ ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വളപട്ടണം കവർച്ച കേസ് പ്രതി മന്നയിലെ ലിജേഷിനെ കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ തെളിവെടുപ്പിനായാണ് കസ്റ്റഡിയിൽ വിട്ടത്. മന്നയിലെ അരി വ്യാപാരി അഷറഫിന്റെ വീട്ടിൽ നിന്നും 267 പവനും 1.21 കോടി രൂപയും കവർന്ന കേസിലെ പ്രതിയാണ് ലിജീഷ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. അരി വ്യാപാരി വളപട്ടണം മന്നയിലെ KP അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ കഴിയുന്ന CP ലിജേഷിനെ തെളിവെടുപ്പിനായാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. അഷ്റഫിന്റെ വീട്ടിലും കീച്ചേരിയിലും നടന്ന കവർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസ് കണ്ണൂർ കോടതിയിൽ കസ്റ്റഡിയിൽ വാങ്ങിയത്. മറ്റു മോഷണ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ 1-നാണ് ലിജേഷിനെ റിമാൻഡ് ചെയ്തത്. കവർച്ച മുതൽ സംഭവ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പോയിട്ടില്ലെന്ന് പോലീസിന് നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ആദ്യഘട്ടം മുതൽ അയൽവാസിയായ ലിജീഷ് സംശയ നിഴലിലുമായിരുന്നു. അന്വേഷണം രാജ്യമൊട്ടാകെ വലവിരിച്ച് ഉള്ളതായിരുന്നുവെങ്കിലും പോലീസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സമീപവാസികളിൽ തന്നെയായിരുന്നു. തുടർന്നാണ് ലിജീഷിലേക്ക് അന്വേഷണം ചുരുക്കിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചണ്ഡീഗഡ് വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ചണ്ഡീഗഡിലെ വൈദ്യുതി ജീവനക്കാരും കുടുംബാംഗങ്ങളും നടത്തിവരുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇതെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് ഈ രാജ്യത്തിനകത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് മാറി മാറി വരുന്ന ഇത്തരത്തിലുള്ള സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നയങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന ഘട്ടത്തിൽ അന്ന് ഈ നയത്തിനെതിരെ അതിശക്തമായ സമരങ്ങളും പോരാട്ടങ്ങളും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ അത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ നടത്തിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷത്തിന്റെ സമരക്കാരെയും എല്ലാം ഈ രാജ്യത്തെ വികസനത്തിനെതിരാണ് ഇവര്, വികസന വിരോധികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്ര കുത്തുന്ന ഒരു നിലപാടാണ് ഈ രാജ്യത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. K അരവിന്ദ് കുമാർ അധ്യക്ഷത വഹിച്ചു. P ജയപ്രകാശൻ, KK കൃഷ്ണൻ, TG ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു. രാജേഷ് മണാട്ട് സ്വാഗതവും K ദേവകുമാർ നന്ദിയും പറഞ്ഞു. കണ്ണൂർ വൈദ്യുതി ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് C അജിത, K രഘുനാഥൻ, K രാധാകൃഷ്ണൻ, NV അജിത്ത്, BP ഉദയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കരുതലും കൈത്താങ്ങും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. അദാലത്ത് പൊതുജന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദി കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു.
പല കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കാനാവാതെ കിടക്കുന്ന പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇവിടെ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ചടങ്ങിൽ റേഷൻ കാർഡ് വിതരണവും നടന്നു. പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ്. പുതിയ പരാതികൾ അതത് വകുപ്പുകൾ പരിശോധിച്ച് 2 ആഴ്ചക്കുള്ളിൽ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നതിനും അത് സഹകരിക്കുന്ന എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 താലൂക്കുകളിലാണ് നടത്തുന്നത്. താലൂക്ക് തലത്തിൽ നേരിട്ട് ഞങ്ങൾ കൂടി പങ്കെടുക്കുകയാണ്. ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരോടൊപ്പമുള്ളവരുണ്ട്. അതിലെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ പരിഹാരം ഉടനെ കാണാൻ കഴിയും, അവയ്ക്കപ്പോൾ തന്നെ പരിഹാരം കാണും. അല്പം കാലതാമസം എടുത്തുകൊണ്ട് ചില കടലാസുകളും സാങ്കേതിക സൗകര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനുള്ളൊരു സമയം ആ നിലയ്ക്ക് കണ്ടെത്തേണ്ടി വരും. ഏതായിരുന്നാലും നമ്മുടെ പ്രമുഖമായ ലക്ഷ്യം ജനങ്ങളുടെ, നിങ്ങളെപ്പോലുള്ളവരുടെ നിരവധി ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ്, കാലതാമസം കൂടാതെ. ഉദ്ഘാടന വേദിയിൽ 10 പേർക്ക് മന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ശാന്ത വെങ്ങര, ശാരദ കാറമേൽ, സരോജിനി എരമം കുറ്റൂർ, ഇളയടത്ത് പൂമണി, പെരിങ്ങോം വയക്കര, PV ശ്രീജ രാമന്തളി, ഫൗസിയ മാടായി, രാഗിണി പയ്യന്നൂർ, ശ്യാമള കാങ്കോൽ, A കമലാക്ഷി കാനായി, P ഉമീറ വെള്ളൂർ എന്നിവർക്കാണ് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തത്. TI മധുസൂദനൻ MLA അധ്യക്ഷനായി. M വിജിൻ MLA, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADMC പത്മചന്ദ്രക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP വത്സല, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് MV ലേജു, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, നഗരസഭാ കൗൺസിലർ മണിയറ ചന്ദ്രൻ, RDO TV രഞ്ജിത്ത്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലയിലെ താലൂക്ക് അദാലത്ത് ഡിസംബർ 16 തിങ്കളാഴ്ച ഇരിട്ടിയിൽ സമാപിക്കും. രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കഥാകൃത്ത് T പത്മനാഭന്റെ സാഹിത്യ ജീവിതം വിസ്മയകരമാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി പഠിച്ചാണ് T പത്മനാഭൻ ഇപ്പോഴും സംസാരിക്കുന്നതെന്നും ശ്രീധരൻപിള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 95 വയസ്സ് പൂർത്തിയായ T പത്മനാഭന് ജന്മദിനാശംസകൾ നേരുന്നതിനായി കണ്ണൂർ പള്ളിക്കുന്നിലെ പത്മനാഭന്റെ വീട്ടിലെത്തിയതായിരുന്നു ഗോവ ഗവർണർ. T പത്മനാഭൻ എന്ന പപ്പേട്ടൻ നമ്മുടെ നാടിൻ്റെ പൊതുസ്വത്താണ്. സാഹിത്യത്തിലെ മാത്രമല്ല, എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി മനസ്സിലാക്കുകയും അത് പഠിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യും. അതിനകത്തൊരു ചട്ടക്കൂടൊന്നുമില്ല. ചട്ടക്കൂടിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് വേണ്ടി പറയാൻ സാധിക്കുന്ന ഒരു അപൂർവ ഒരാളാണെന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ സാഹിത്യരംഗത്ത് വാസ്തവത്തിൽ വിസ്മയകരമായ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം തന്നെ. ഇപ്പോൾ 95-ാമത്തെ വയസ്സിലും അത് എഴുതുന്നു. ബാക്കി ധാരാളം ആൾക്കാരുണ്ടില്ലെന്നല്ല, എഴുതുന്നതിനുള്ള ശക്തി അതൊരു അത്യപൂർവമായ ഒരു സിദ്ധിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു കുലപതിയായി, കഥാമേഖലയിൽ ഒരു കുലപതിയായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരാൾ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന് ഇത്രയും ഏജിലെത്തിയിട്ട് സാധിക്കുന്നു. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് സാധനാപാഠമാകേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. ഷഷ്ടിപൂർത്തിയും സപ്തതിയും ഒന്നും തന്നെ താൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലെന്ന് T പത്മനാഭൻ പറഞ്ഞു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയാണ് 90 വയസ്സ് മുതൽ തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്നും T പത്മനാഭൻ കൂട്ടിച്ചേർത്തു. 94 കഴിഞ്ഞ് 95 ആകും. നാളെ 96-ാം വയസ്സിലേക്ക് കടക്കും. ഞാൻ ഈ പറഞ്ഞ ആഘോഷിച്ചിട്ടില്ല, അതെല്ലാവർക്കും അറിയുന്നത്. ഷഷ്ടിപൂർത്തിയില്ല, സപ്തതിയില്ല, അശീതിയില്ല, 1000 പൂർണ്ണയന്ത്രന്മാരെ കണ്ട് 84-ാം വയസ്സുമില്ല, ഒന്നുമില്ല. ഒടുവിൽ സ്വാമിയാണ് എൻ്റെ 90-ാം നവതി വയസ്സ് മുതൽക്ക് കൊണ്ടാടാൻ തുടങ്ങി. സ്വാമിയെ പണ്ടേ പരിചയമുണ്ട്. അപ്പോഴിപ്പോഴും
സ്വാമി കൊണ്ടാടുന്നു, ഞാൻ പോകുന്നു. BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്, അഡ്വക്കേറ്റ് ബൽറാം എന്നിവരും ഗോവ ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് ഇൻഡിഗോയുടെ പ്രതിദിന സർവീസ് തുടങ്ങി. രാത്രി 10:10 ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 1:20 കണ്ണൂരിലെത്തും. തിരികെ രാവിലെ 6:20 പുറപ്പെട്ട് 9:25 ഡൽഹിയിലെത്തും. 2.5 വർഷത്തിനു ശേഷമാണ് കണ്ണൂർ ഡൽഹി സെക്ടറിൽ സർവീസ് പുനരാരംഭിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. കിയാൽ MD C ദിനേശ് കുമാർ കേക്ക് മുറിച്ചും ദീപം തെളിയിച്ചും ആഘോഷിച്ചു. വിമാനത്താവള ജീവനക്കാരും യാത്രക്കാരും ഇൻഡിഗോ വിമാന യാത്രക്കാരും ആഘോഷത്തിൽ പങ്കെടുത്തു. എയർ ഇന്ത്യ ലയനത്തിന്റെ ഭാഗമായി മെട്രോ ഇതര നഗരങ്ങളിൽ നിന്നുള്ള സർവീസുകൾ അവസാനിപ്പിച്ചതോടെയാണ് ഡൽഹിയിലേക്ക് സർവീസ് ഇല്ലാതായത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ ബംഗളൂരു സർവീസ് ജനുവരി 3 മുതൽ പുനരാരംഭിക്കും. വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് സർവീസ്. രാവിലെ 6:10 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 7:10 ബംഗളൂരിലെത്തും. തിരികെ 8:10 പുറപ്പെട്ട് 9:10 കണ്ണൂരിലെത്തും. കണ്ണൂർ ബംഗളൂരു സെക്ടറിൽ ഇൻഡിഗോ 2 പ്രതിദിന സർവീസുകൾ നടത്തുന്നുണ്ട്. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്ത SFI നടപടിക്കെതിരെ തോട്ടട ഗവൺമെന്റ് ITIക്ക് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസുകളിൽ കുട്ടികൾ വരുന്നത് പഠിക്കാനുള്ള അവസരം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ്. എന്നാൽ കണ്ണൂർ ITIയിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്നത് പോലെയുള്ള സംവിധാനമാണ് ക്യാമ്പസിൽ ഉള്ളത്. വളരെ കാലമായി നടക്കുന്നതാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇവിടെ ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. ഇവിടെ ഈ കണ്ണൂർ ITIയിൽ KSU വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അതിഭീകരമായ അക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ സംഘടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് കാലമായി കണ്ണൂർ പോളിടെക്നിക്കും കണ്ണൂർ ITIയും ഭീകരരുടെ താവളമായി മാറ്റിയിരിക്കുകയാണ്. ക്യാമ്പസിൽ വരുന്നത് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഈ ക്യാമ്പസിൽ നടക്കുന്നത് പഠിത്തമല്ല, മറിച്ച് ഭീകരർക്ക് കൊടുക്കുന്ന കോച്ചിങ് ക്യാമ്പായി മാറിയിരിക്കുകയാണ്. സാധാരണ കോളേജ് യൂണിയന്റെ ഓഫീസ് മുറികളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന്റെ കാര്യങ്ങൾ രൂപപ്പെടുത്തുവാനും വേണ്ടിയാണ് കോളേജ് യൂണിയൻ ഓഫീസ്. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ, മുഹമ്മദ് ബ്ലാത്തൂർ, റിജിൽ മാക്കുറ്റി, സുരേഷ് ബാബു ഇളയാവൂർ, മനോജ് കൂവേരി, അഡ്വക്കേറ്റ് P. ഇന്ദിര, വിജിൽ മോഹൻ, രാഹുൽ വെച്ചിയോട്, മുഹസിൻ കാത്തിയോട് എന്നിവർ സംസാരിച്ചു. ബിജു രാമകൃഷ്ണൻ, ഷിബു, KK ഉഷാകുമാരി, പത്മജ, TC ഗിരിജ, ദീപക് ചന്ദ്രൻ, വിനോദ് പുതുക്കുടി, മുഹമ്മദ് ഷിബിൻ, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, ഡുഡു ജോർജ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 55 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 7230, പവന് 57,840, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുകയുന്ന മാടായി കോളേജ് വിവാദം ചർച്ചയ്ക്കെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രമ്യമായി പരിഹരിക്കാൻ നീക്കമെന്ന് സൂചന. കോൺഗ്രസിൽ നിലവിലുള്ള പ്രശ്നങ്ങളും ചർച്ചയാകും. ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. അവകാശ ദിനത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ടുബാക്കോ വർക്കേഴ്സ്. നേതൃത്വം നൽകി CITU. ദേശീയ മിനിമം കൂലി നടപ്പിലാക്കണമെന്നും ആവശ്യം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പപ്പേട്ടൻ 95ന്റെ നിറവിൽ ആശംസകളുമായി ഗോവ ഗവർണർ T. പത്മനാഭന്റെ വീട്ടിലെത്തി. എല്ലാ മേഖലകളും സമഗ്രമായി പഠിച്ചാണ് പത്മനാഭൻ സംസാരിക്കുന്നതെന്ന് ഗവർണർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.